ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ അത്താഴം സ്പെഷ്യൽ കണ്ടാലോ? ചെമ്മീൻ പാസ്തയാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഒരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പാസ്ത ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ചൊരു മസാല തയ്യാറാക്കി എടുക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് സവോള, വെളുത്തുള്ളി, തക്കാളി ഇത്ര ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം റെഡും ഗ്രീനും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. ചെമ്മീനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുക്കാക്കി എടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പാസ്ത ഒന്ന് ഊറ്റിയെടുക്കണം. ഊറ്റിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ഊറ്റിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പശപ്പശപ്പൊക്കെ മാറി കിട്ടും കേട്ടോ. ഇനി നമ്മുടെ പാസ്തയിലേക്ക് നമുക്ക് ചെമ്മീൻ മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. ടേസ്റ്റിന് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ പാസ്ത റെഡിയാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ അത്താഴം സ്പെഷ്യൽ.